പുരോഗമനത്തിന്റെ കപട മുഖംമൂടി അണിഞ്ഞ് സ്ത്രീകളെ മയക്കുമരുന്നിന് അടിമകളാക്കാനും ചതിക്കുഴിയിലേക്ക് വലിച്ചടിപ്പിക്കാനും മയക്കുമരുന്ന് വിൽക്കാനും ലഹരി മാഫിയയുടെ വേരുകൾ കേരളത്തിൽ ഇപ്പോൾ സജീവമാണ്. എന്നെ ഒരു അനുഭവം പറയാം. ഒരിക്കൽ വാഹന പരിശോധനയ്ക്കിടയിൽ ഒരു യുവാവും യുവതിയും ബൈക്കിൽ വരുവാണ്. അവർ ഞങ്ങളെ കണ്ടതും വല്ലാത്ത പരിഭ്രമമായിരുന്നു. അവരുടെ പരിഭ്രമം കണ്ടിട്ട് ഞങ്ങൾ അവരെ കാര്യമായി പരിശോധിച്ചു. അവരുടെ ബാഗിൽ നിന്ന് ഹാഷിഷ് ഓയിൽ ലഭിച്ചു. ഹാഷിഷ് ഓയിൽ എന്താണെന്ന് അറിയാമായിരിക്കുമല്ലോ. കഞ്ചാവിൽ നിന്ന് വാറ്റിയെടുക്കുന്ന ഒരു മയക്കുമരുന്നാണ് ഹാഷിഷ് ഓയിൽ. ഇവർ രണ്ടാളും ഇതിന് അഡിക്റ്റ് ആണ്. ഇവർ രണ്ടുപേരെയും ചോദ്യം ചെയ്തതിൽ ഇൻസ്റ്റഗ്രാമിലൂടെയാണ് യുവാവ് യുവതിയെ പരിചയപ്പെടുന്നത്. ഇവരുടെ സൗഹൃദം വളരുകയും ഒരുമിച്ച് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് വരെ എത്തുകയും ചെയ്തു. മാത്രമല്ല പലതവണ ഈ സ്ത്രീയെ യുവാവ് അവർ പോലും അറിയാതെ കാരിയറായിട്ട് വരെ ഉപയോഗിച്ചു. രണ്ടാളുടെ വീട്ടിൽ വിവരം അറിയിച്ചു. പക്ഷെ പെൺകുട്ടിയുടെ വീട്ടുകാർ വിവരം അറിഞ്ഞതും ഈ കാര്യം ഉൾക്കൊള്ളാൻ തയ്യാറായില്ല. ഇതെന്റെ മകളല്ല, എന്റെ മകൾ അങ്ങനെ ചെയ്യില്ല, നിങ്ങൾക്ക് ആള് മാറിയതാകും. തുടർന്ന് കാര്യത്തിന്റെ ഗൗരവം പറഞ്ഞ് മനസ്സിലാക്കിച്ച് ഓഫീസിൽ വിളിപ്പിച്ചപ്പോൾ തങ്ങളുടെ മകൾ ലഹരിക്ക് അടിമയാണ് എന്ന സത്യം മനസ്സിലാക്കി തകർന്നു നിന്ന ആ മാതാപിതാക്കളെയാണ് ഞങ്ങൾ കണ്ടത്. രണ്ടാളും അവരുടെ പ്രൊഫഷനിൽ വിജയിച്ചവർ. പക്ഷേ സ്വന്തം മകളെ ശ്രദ്ധിക്കാൻ കഴിയാതെ പോയി.